ഹലോ ഡിയേഴ്സ്, ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരി പോസിറ്റീവ് റേഡിയോ. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. കഴിഞ്ഞു പോയ കാര്യത്തിലാണ് നിങ്ങൾ കൂടുതലും ടെൻഷൻ അടിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക: കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് ഇനി ആ മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ നമ്മൾ നോക്കുക. അതല്ലാതെ നമ്മൾ അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഇനി അതല്ല, നാളെ ഞാൻ മരണപ്പെടുവോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വരുമോ, ഹസ്ബൻഡിന് എന്തെങ്കിലും വരുമോ, മക്കൾക്ക് എന്തെങ്കിലും വരുമോ, അങ്ങനെയുള്ള ആദ്യമാണ് നിങ്ങൾക്കെങ്കിൽ നമ്മൾ അതും ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും നമ്മളെ പ്രസൻറ്റിന് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റത്തില്ല. പ്രസൻറ്റിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഒരുപാട് ടെൻഷൻ നമുക്ക് തോന്നും. അത് നമ്മുടെ ഹെൽത്തിനെയും ബാധിക്കും. അപ്പം അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പം അതെന്തുമാവട്ടെ, അത് വരുന്നിടത്ത് വെച്ച് കാണാം. എത്രയോ നാൾ ഞാൻ നെഗറ്റീവ് ചിന്തിച്ചു, അതൊന്നും നടന്നിട്ടില്ലല്ലോ, അപ്പം ഞാൻ എത്ര ടെൻഷൻ അടിച്ച് ഉറങ്ങാതിരുന്ന് എൻ്റെ സമയം കളഞ്ഞു, ഇനി എൻ്റെ സമയം കളയാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയണം. എപ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത വന്നാലും അപ്പം തന്നെ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം പറയുക. അതുപോലെ തന്നെ ചില നെഗറ്റീവ് ചിന്തകൾ കാരണം നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പലതും നമ്മൾ മാറ്റി മാറ്റി വെക്കും. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ പരാജയപ്പെട്ടാലോ എന്നൊക്കെ പേടിച്ചിട്ട് പോലും നമ്മൾ ചെയ്യാതിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എക്സസൈസ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുവാനും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകാനും ഒക്കെ എക്സസൈസ് ഒരു പ്രധാന കാര്യമാണ്. എന്നാൽ നമുക്ക് ഒരു ദിവസം ചെയ്യും, 2 ദിവസം കഴിയും, അത് കഴിയുമ്പോൾ ഈ മൈൻഡ് നമ്മളോട് തന്നെ പറയും, ഇന്ന് അങ്ങ് ക്ഷീണമാണ്, ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്യാം, ഇങ്ങനെ പോട്ടെ. അങ്ങനെ പല പല ന്യായങ്ങൾ നമ്മളോട് തന്നെ പറയും. അതൊക്കെ ഈ നെഗറ്റീവ് ചിന്തകൾ കാരണമാണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കണം. ആ സമയം നിങ്ങളങ്ങ് ചെയ്യുക. രാവിലെ 5 മണിക്ക് അലാറം അടിച്ചാൽ ഇപ്പൊ തന്നെ നമ്മൾ എഴുന്നേക്കുക. നെഗറ്റീവ് ചിന്ത നമ്മളെ സമ്മതിക്കത്തില്ല. നല്ലൊരു ലൈഫ് ജീവിക്കാൻ ഞാൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ എഴുന്നേറ്റേക്കുക. എപ്പോൾ നെഗറ്റീവ് വന്നാലും നമ്മൾ അതിന് പോസിറ്റീവായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. എപ്പം നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ട് നമ്മളെ ഒരു കാര്യം ചെയ്യാതിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ചെയ്യുക. ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇവരിൽ ആരൊക്കെയാണ് നെഗറ്റീവായിട്ട് നിങ്ങളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നു, എപ്പോഴും അവരുടെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. ചില സാഹചര്യത്തിൽ നമുക്കത് കേട്ടേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അമ്മയാകാം, ഹസ്ബൻഡാകാം, അമ്മായിമ്മയാകാം, അച്ഛനാകാം, ആരും ആകാം നെഗറ്റീവായിട്ട് പറയുകയും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നത്. ചില ആളുകളാവട്ടെ ഞങ്ങളിനി മാറില്ല, അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എപ്പോഴും അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുവാനും വിഷമങ്ങൾ പറയാനും ആഗ്രഹിക്കുന്നവരുമായിരിക്കും. ഒരാളൊരു നെഗറ്റീവ് കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിച്ച് അവരോടും ഗോസിപ്പ് പറഞ്ഞ് നമ്മൾ അതേപോലെ നമ്മുടെ ദുഃഖങ്ങളും അവരോട് പറഞ്ഞിരിക്കാതെ അവരുടെ ആ നെഗറ്റിവിറ്റി ഒക്കെ നമുക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ അതിനെ മറികടക്കുക. അവർ നെഗറ്റീവ് പറയുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഒഴിവാക്കാൻ പറ്റാത്തവരെ നമ്മൾ മാറിയതിനു ശേഷം മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും പോസിറ്റീവായിട്ടിരുന്നാൽ നമുക്ക് അവിടെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാനും പറ്റും. ഇനി നിങ്ങളുടെ നെഗറ്റീവ് ചിന്തനെ കൂട്ടുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങാനായിട്ട് നമ്മൾ ശീലിക്കുക. നിങ്ങളിപ്പോൾ ന്യൂസ് കാണുവാണ് അല്ലെങ്കിൽ സീരിയൽ കാണുവാണ്, നിങ്ങൾ എന്താണോ കാണുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വേറെ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡും, നിങ്ങൾ നെഗറ്റീവാണ് കാണുന്നത്, നിങ്ങളുടെ മൈൻഡ് ഫുള്ള് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു നെഗറ്റീവായിട്ട് എപ്പോഴും അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യും. എൻ്റേതുപോലാണല്ലോ അവർക്കും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിൽ ആ നെഗറ്റിവിറ്റി ഓർത്ത് വിഷമിച്ചിരിക്കാൻ തുടങ്ങും. ഇപ്പം ന്യൂസ് കണ്ടു, നമുക്കറിയാവുന്ന അത്രയും ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും മരണപ്പെട്ടു, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിനി അങ്ങനെ വരുമോ എന്ന ചിന്തയാവും, ടെൻഷനാവും, ഓവർ തിങ്കിങ് ആവും, അല്ലേ? അപ്പം നമ്മൾ ഇതൊക്കെ കാണാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് കാണുമ്പോൾ അതിലൂടെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്ത നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ചില വീഡിയോസിൻ്റെയൊക്കെ താഴെ ആവശ്യമില്ലാത്ത അവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും കമൻ്റായിട്ട് എഴുതിയിട്ട് പോകും. എന്നാൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്ന് തോന്നുവാണ് അവരത് കാണാതെ. പോസിറ്റീവ് ആണെങ്കിൽ നല്ലൊരു കമൻറ്റും ഇട്ട് നല്ലതിനെ നല്ലതെന്ന് പറഞ്ഞ് ഒരു ലൈക്കും കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്താൽ, അത് ആരുമായിക്കൊള്ളട്ടെ, ഒരു നല്ലത് ചെയ്താൽ നല്ലതാണ് കേട്ടോ എന്ന് പറയാനായിട്ട് നമുക്ക് വലിയ മടിയാണ്. കാരണം നമ്മൾ നല്ലതെന്ന് പറഞ്ഞു പോയാൽ ആ വ്യക്തി ഹാപ്പി ആവത്തില്ല.
അങ്ങനെ ഇപ്പൊ അവർ ഹാപ്പി ആവണ്ട എന്ന ചിന്തയാകാം. അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് പറയാനും തോന്നത്തില്ല. നമുക്ക് മറ്റുള്ളവരുടെ സക്സസ്സിൽ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ ഒക്കെ നമുക്കും സന്തോഷിക്കാൻ സാധിച്ചാൽ നമ്മുടെ മൈൻഡ് തന്നെയല്ലേ പോസിറ്റീവായി മാറുന്നത്. പകരം നമ്മളത് കുശുമ്പായിട്ട് വിചാരിക്കുകയാണ്, അതും അല്ലെങ്കിൽ അവരുടെ സക്സസ് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുവാണ്. അപ്പോഴെല്ലാം നമ്മുടെ മൈൻഡ് തന്നെയാണ് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നല്ലതെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പോൾ അറിയാം നിങ്ങളുടെ മൈൻഡ് ആ സമയത്ത് എത്ര പോസിറ്റീവ് ആവുന്നതെന്ന്. നല്ലൊരു ജീവിതം ജീവിക്കാൻ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക. 21 ദിവസം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഇത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഇത് കൂടാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുക, മറ്റുള്ളവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക, നമ്മൾ നന്ദിയുള്ളവരായി തീരുക. ഞാൻ ഓൾറെഡി എപ്പിസോഡ് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് വേണ്ടി ആരെന്ത് ചെയ്താലും അതിൽ നന്ദി പറയാനായിട്ട് നമ്മൾ ശീലിക്കുക. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നത് വേറെ എപ്പിസോഡ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഒരുപാട് ലെന്തി ആയി പോകും. ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും പോസിറ്റീവ് റേഡിയോ കണ്ടിന്യൂസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ടേക്ക് കെയർ ഡിയേഴ്സ്, ബൈ.